തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമാകുന്ന സർക്കാർ കരിനിയമത്തിനെതിരെ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നടന്ന ധർണ UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KT മൊയ്തു ഉദ്ഘാടനം ചെയ്തു. വർഷം തീരും നേരത്തെ MGFC ഗ്രാന്റുകളില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനതു ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന സർക്കാർ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമാകുന്ന ഇത്തരം കരിനിയമങ്ങൾ പിൻവലിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതി അഭിപ്രായപ്പെട്ടു. ഇതിനെതിരെ ഇരുമ്പിളിയം പഞ്ചായത്ത് കാര്യാലയത്തിനു മുൻപിൽ ജനപ്രതിനിധികൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KT മൊയ്തു ധർണ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഈ ഫണ്ട് പോലും ഇവരിപ്പോൾ ട്രഷറിയിൽ അടച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ എല്ലാ ഫണ്ടും ഫണ്ടും തന്നെ പഞ്ചായത്തിൽ ബാക്കി വയ്ക്കാതെ ഒക്കെ ഗവൺമെന്റിലേക്ക് തിരിച്ചു പിടിക്കുന്ന അവസ്ഥയാണ്. ഇവർക്ക് ദൂരത്തിനൊരു കുറവില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സാമ്പത്തികമായിട്ട് പരാധീനകൾ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ത്രിതല പഞ്ചായത്തുകൾക്ക് ഒരുപാട് അധികാരങ്ങളാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ 2-3-4 വർഷമായി ഈ പിണറായി സർക്കാർ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് അവരുടെ അധികാരങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് നോക്കുകുത്തികളാക്കുന്ന ഒരു സംഭവമാണ് ഈ പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ മറ്റ് പല പദ്ധതികളും അതിൻ്റെ പണം ട്രഷറിയിൽ ബില്ലുകൾ നൽകിയിട്ടും ആ ബില്ല് പരിപൂർണമായി പണം നൽകാൻ സർക്കാർ തയ്യാറാവാതെ അത് അടുത്ത കൊല്ലത്തേക്ക് മാറ്റിവെക്കുന്ന രീതിയാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ പ്രദേശത്തു നിന്നൊക്കെ പിരിച്ചെടുക്കുന്ന ടാക്സ്, ഏറ്റവും പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടായിട്ട് ഉപയോഗിക്കുന്ന ടാക്സ് ഇപ്പോൾ ഒരു പുതിയ സർക്കുലറിലൂടെ ട്രഷറിയിലേക്ക് കെട്ടി സർക്കാരിന് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്ന ഒരു സർക്കുലറാണ് ഇപ്പോൾ പഞ്ചായത്തുകളിലേക്കൊക്കെ വന്നിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മാനുപ്പ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്ലിം ലീഗ് സെക്രട്ടറി CP നജ്മുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അനൂർ മുഖ്യപ്രഭാഷണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT അമീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N. മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM അബ്ദുൾ റഹ്മാൻ, അംഗങ്ങളായ PT ഷഹനാസ്, മുഹമ്മദ് അലി കോട്ടപ്പുറം, KT ഉമ്മുകുൽസു, സൈഫുന്നീസ K തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.